Welcome Skyday Dubai. How are you today? All good. All good? Okay. All right. Have fun. See you soon on the plane. Come and fly away with me. 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 സോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു കലാശക്കൊട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ദുബായിൽ നിൽക്കുന്ന ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം, അല്ലെങ്കിൽ നമ്മുടെ ദുബായ് ട്രിപ്പിൻ്റെ ഒരു മെയിൻ ഒരു സംഭവമായിരുന്നു. അതായത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വന്നത്. അതിൽ ചെയ്യാൻ വന്ന കാര്യങ്ങളിൽ ഒന്നാമത്തെ ഒരു മെയിൻ പ്രയോറിറ്റി ഉള്ള ഒരു കാര്യം കൂടിയായിരുന്നു നമ്മുടെ സ്കൈ ഡൈവിങ്. അതായത് ഗൈസ് ഫൈനലി ആ ഒരു ഡേ ഇന്നാണ് നമ്മൾ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്കൈ ഡൈവിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എല്ലാവരും ലൈഫിൽ വൺസ് ഇൻ എ ലൈഫ് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്തായാലും ചെയ്തിരിക്കേണ്ട, അല്ലെങ്കിൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ഒരു സ്കൈ ഡൈവിംഗ് എന്ന് പറയുന്നത്. നമ്മൾ അവിടെ പോയി എയറിൽ നമ്മൾ ചാടി പാരച്യൂട്ടിൽ വന്ന് ഇവിടെ ഒച്ച വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റേ ഹെലികോപ്റ്റർ എടുക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഈ ഒരു ഏരിയ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മുടെ അറ്റ്ലാന്റിസ് ഹോട്ടലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ മോർണിംഗ് ഉള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഓരോരുത്തരും ഇങ്ങനെ ബീച്ചിൽ പൂളിൽ കുളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അപ്പുറത്തെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് നമ്മുടെ പാമ്പുബയ ആ സൈഡിലാണ് നമ്മുടെ മാൻ മെയ്ഡ് ഐലൻഡ് സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമ്മുടെ സ്കൈ ഡൈവിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ റൂമിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് ട്രിപ്പ് ചെയ്ത് നമ്മൾ സ്കൈ ഡൈവിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ, അല്ലെങ്കിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ്, നമ്മുടെ സ്കൈ ഡൈവിങ് ചെയ്യുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അധികം പറഞ്ഞതാക്കുന്നില്ല. അപ്പോൾ നേരെ ഞാൻ അവിടെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. ഓക്കെ, ബൈ. സോ നമ്മൾ ഈ ഒരു സ്കൈ ഡൈവ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് സ്ഥലം, സ്കൈ ഡൈവ് ദുബായ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറന്ന് വന്ന് ലാൻഡ് ചെയ്യുന്നത്. ഓരോരുത്തർ എയറിലൊക്കെ പറന്ന് വരുന്നത് കാണാം. നമ്മൾ ഇത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ PUBG ആണ് സത്യം പറഞ്ഞ. ഇത് കാണുമ്പോൾ നമുക്ക് PUBG ഓർമ്മ വരുന്നു. PUBG നോക്ക് ആകാശത്ത് നമ്മൾ ചാടണമല്ലോ PUBGയിൽ. നോക്ക് സത്യം, നോക്ക് ഇതൊക്കെ കാണുന്നുണ്ടോന്ന് അറിഞ്ഞോട്ടെ. അപ്പോൾ ഓരോരുത്തർ കയറാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്ലേസും കാര്യങ്ങളൊക്കെ വരുന്നത്. ട്രിപ്പിംഗ് ഇത് വേറൊരുത്തർ അങ്ങോട്ട് പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സാധനം കാണുമ്പോൾ ഇത് കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. PUBG കാണുന്ന പോലെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ എത്തിയ പോലെ. അയ്യോ അതേതാ പ്ലെയിൻ പോകുന്നത്? ആടാ പ്ലെയിൻ പോകുന്നത്. ഇതേ നമുക്ക് പറക്കാനുള്ള പ്ലെയിൻ, ആ പ്ലെയിനിലായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. ഇവിടെ മൊത്തം വ്ളോഗേഴ്സാണ്. ആ പ്ലെയിനിലല്ലേ പോവാ? അത് വരുന്ന നോക്ക്, എയർ കൺട്രോൾ. ബിബി പാരച്യൂട്ടിൽ ഇറങ്ങി എല്ലാവരും ഒരേ യൂണിഫോമിൽ ഒന്നുമില്ല. അവിടുന്ന് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങോട്ട് വരുമായിരുന്നു. എനിക്ക് ഒരു ധൈര്യം ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ, അത്ര പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല കാര്യമായിട്ട് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അല്ലാണ്ട് കാരണം ഞാൻ മുന്നേ ബങ്കി ജമ്പിങ് പോവുകയും ചെയ്തുകൊണ്ട് ആ ഒരു ധൈര്യമുണ്ട്. കാരണം ഫസ്റ്റ് ടൈം അല്ല ഇങ്ങനത്തെ ഒരു എയർന്ന് ചാടാൻ പോകുന്നത്, അല്ലെങ്കിൽ അത്ര ഹൈറ്റ് ബങ്കി ജമ്പിങ് ഇത്ര ഹൈറ്റൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ ചെയ്തൊരു എക്സ്പീരിയൻസ് എന്ന രീതിയിൽ ആ ഒരു ധൈര്യമുണ്ട്. കാരണം ചെയ്യണം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം ഉണ്ട്. കോൺഫിഡൻസ് രണ്ടും തന്നെയാണ്. അപ്പോൾ ആ സംഭവം ഉണ്ട്. ഇവിടെ ഇറങ്ങുന്നു, ഇറങ്ങുന്നു, ഇറങ്ങി ഇവിടെ ഒരാൾ ഇറങ്ങുന്നു.
സോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഫില്ല് ചെയ്യണം. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇതിൽ തന്നെ ഇൻഷുറൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചത്തു കഴിഞ്ഞാൽ എങ്ങനെയാനും ചാടി ചത്തു കഴിഞ്ഞാലുള്ള ഇൻഷുറൻസിൻ്റെ സംഭവങ്ങളും എന്തോ കിട്ടും. നമ്മുടെ അവരുടെ നോമിനി ഡീറ്റെയിൽസ് കൊടുക്കാനും അവർക്കാണെങ്കിൽ സംഭവം കിട്ടുക, അങ്ങനത്തെ കുറേ സംഭവം ഫില്ല് ചെയ്യണം. അപ്പോൾ ഇത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് വരാം. ഓക്കെ യു ആർ ഡൺ. സംഭവങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ സാധനം എടുത്തിട്ട് അപ്പുറത്ത് സംഭവങ്ങൾ ഇവിടെ ഇത് കാണിച്ചു കൊടുക്കണം അങ്ങോട്ട്. സോ നമ്മുടെ സംഭവങ്ങൾ ചെക്കിന് കാര്യങ്ങളൊക്കെ എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. ഇനി വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എങ്ങാനും എടുക്കാതിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ ബാഗൊക്കെ തൂക്കിയിട്ടാണ് ഞാൻ അവിടെ വെയിറ്റ് വെക്കുന്ന സാധനത്തിൽ കയറിയത്. അപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല, കയറിക്കോന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇവിടെയാണ് നമ്മുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഒരു 45 മിനിറ്റ് അവിടെ മുകളിൽ പോയി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ പോയി വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ടൈം ആകുമ്പോൾ നമ്മളെ വിളിക്കും എന്നാണ് പറഞ്ഞുള്ളത്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് വന്നിട്ട് സംഭവങ്ങളൊക്കെ ചെയ്യാം. അവിടെ എല്ലാവരും 3 പേരും വ്ളോഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ. സോ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അവിടുന്ന് സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഒരു 45 മിനിറ്റ് ഇവിടെ പോസ്റ്റ് ആയിരിക്കും. കാരണം ഇവിടെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ട്രെയിനിങ്ങിന് നമ്മൾ വരിക. ഇതോ അവിടെ പോയിട്ട് വരാം. സോ ഇവിടെയാണ് എന്താ പറയുക, പാരഷൂട്ടിൽ ചാടുന്ന സംഭവങ്ങൾ ഇവിടെയാണ്. ഞാൻ കാണിച്ചുതരാം, അവിടെ പോയിട്ട് കാണിച്ചുതരാം. ദേ ചാടുന്നത് ഇവിടെ ഇനി കയറാനുള്ള ആൾക്കാരൊക്കെ ഇവിടെ പോകുന്നുണ്ട്. ഈ വണ്ടിയിൽ കയറിയിട്ട് പോകും. ദേ വരും തോന്നുന്നു. അതിനൊന്ന് പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് ചാടിയതാണ്, സോളോ. കാരണം ഈ സോളോ ചെയ്യാൻ കുറച്ച് പ്രാക്ടീസ് ആണെന്ന് തോന്നുന്നു. എന്ത് സ്കൂളിലായിരുന്നു. സോ ഗൈസ്, കുറേ നേരം പോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളെ പേര് വിളിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ അടുത്ത ട്രെയിനിങ് സെഷനിലേക്ക് പോവാണ്. ഓക്കെ, അവരും വ്ളോഗ് എടുക്കുന്നുണ്ട്, ഡോക്ടർ വ്ളോഗ് എടുക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലേ, ഇവിടെയാണ് അതിൻ്റെ ട്രെയിനിങ് സെഷൻ കാര്യങ്ങളൊക്കെ. നമുക്കൊന്ന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഇവിടെ നിന്നായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ടൈം എടുക്കും തോറും എക്സൈറ്റ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു റൂമിൽ ഇരുത്തിയിട്ട് ഫസ്റ്റ് നമുക്ക് സംഭവം പറഞ്ഞുതരാം. This video is designed to prepare you for your tandem skydive. However, your instructor will take you position in the door. You should stay low and take hold of your harness. Once in position, your instructor will signal to the videographer, ready, set, go. As you feel yourself exiting the aircraft, you should arch your body by pushing your hips forward. സോ അവിടെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെ സംഭവം ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഇവിടുത്തെ ട്രെയിനിങ് സെഷനാണ്. അപ്പോൾ ഇനി നമ്മൾ സംഭവങ്ങളൊക്കെ ഈ ഫോണും കാര്യങ്ങളും എല്ലാ സംഭവം അതിന് ലോക്കർ റൂമിൽ വെക്കണം. അപ്പോൾ ഇനി അവരുടെ ക്യാമറയിൽ എടുക്കുന്നുണ്ടാവും, നമ്മുടെ ക്യാമറയിൽ എടുക്കാൻ പറ്റില്ല, ഗോപ്രോ പോലും സംഭവിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം വെച്ചിട്ട് ഇനി ബാക്കിയതെല്ലാം കാണാം. Hello Mohammed. Hello. Welcome to Skydive Dubai. How are you today? All good. All good? Okay. You're gonna be jumping with the occasion or just for fun? Yeah. Huh? You're gonna be jumping with the occasion or just for fun? Yeah, it's for fun. For fun, okay. All instructions about the jump is okay for you? Yes. Okay, you wanna say something to your friends and family before we go? Yeah. Can I use regional language? Of course. സോ ഗൈസ്, ലൈഫിലൊരു വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതേപോലെ തന്നെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പറന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം, പറക്കുമ്പോൾ കാണാം. Alright, have fun, see you soon on the plane. We're just listening, we're existing.
tell me how was it? വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമ്മൾ ആ ചാടുന്ന ടൈമിൽ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. റിയലി എൻജോയ് ചെയ്തു. Yes. You wanna do it again? Yeah, of course. Yes. Next time. All right. Big thanks for Patrick. Yeah. Thank you so much. Yeah. Okay. Thank you for jumping with Skydive Dubai. സോ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ സ്കൈ ഡൈവിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ഡോക്കി എന്താ പറയല്ലേ, ആ ചാടുന്ന ഒരു മൊമെന്റ് ഇല്ലേ, ഞാൻ ഫസ്റ്റ്, കാരണം ഞങ്ങളുടെ മുന്നേ ഇവനാണ് ഫസ്റ്റ് ചാടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവൻ ചാടിയപ്പോൾ ഇവൻ്റെ ഫേസ് എക്സ്പ്രസ് ചെയ്യാടോ, ഞാൻ ഈഗിൾ വിളിച്ചു ഡോക്കിൻ്റെ ഫേസ് നോക്കി പറഞ്ഞിട്ട് വിറ്റായിരുന്നു. ഓക്കെ, എന്ത് ചെയ്തു അവൻ്റെ മൈൻഡിൽ പോയിരുന്നു. ആ ടൈമിൽ എനിക്കൊന്നും ഓർമ്മയില്ല, ചാടി ഓർമ്മയില്ല എനിക്ക്. അല്ല, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാരച്യൂട്ട് ഓപ്പൺ ആയതിനു ശേഷം ഓക്കെ, പക്ഷെ പാരച്യൂട്ട് ഓപ്പൺ ആവുന്ന ടൈം വരെയുള്ള ഒരു ഫ്രീ ഫ്ലോ ഉണ്ട്, അല്ല ഫ്രീ ആയിട്ട് നമ്മൾ എയറിൽ പോകുന്നുണ്ട്. അയ്യോ, നമ്മൾ ശരിക്കും നമ്മൾ ആ മൈൻഡിൽ പെട്ടെന്ന് നമ്മൾ എൻ്റെ മൈൻഡിലപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻ കേസ് ആ പാരച്യൂട്ടിലാണ് നമ്മൾ ഇവിടുന്ന് ചാടുന്നതാണെങ്കിൽ നമ്മൾ ഒരു അവസ്ഥ കാര്യം ഇങ്ങനെ ആ ടൈമിൽ നമ്മൾ പാരച്യൂട്ടിലാണ് അങ്ങനെ ചാടുന്നെങ്കിലുള്ള ഒരു ഫീലാണ് മൈൻഡിൽ വന്നത്. കാരണം ഒരു വേറെ ലെവലിൽ നിന്ന്. റാഷ് ബ്രോ, ഞാൻ ഡോക്കിന്റെ ഫേസ് കണ്ടിട്ടാ പേടിച്ചേ. ഡോക്കിയുടെ ഫേസ് പറഞ്ഞു ചിരിക്കണോ കരയണോന്ന് അറിയാതെ ഡോക്കി ഒരു ചാവം കിടക്കുമ്പോൾ ചാവം പോണി എങ്ങനെയുണ്ടോ അതേ എക്സ്പ്രഷനാണ്. എനിക്ക് പിന്നെ എന്താ പറയുക, ഒന്നും പറയാനില്ല ഗൈസ്. നിങ്ങൾ ഈ സംഭവം ദുബായിൽ വന്നിട്ട് എവിടെ വെച്ചെങ്കിലും സ്കൈ ഡൈവിങ് പറ്റുന്നവരുണ്ടെങ്കിൽ സംഭവം ലൈഫിൽ ഒരു തവണ നിങ്ങൾ ഈ സംഭവം ചെയ്യണം, മസ്റ്റാണ്. അതായത് എന്തായാലും നിങ്ങൾ ചെയ്യണം. കാരണം വേറെ ലെവൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ വേറെ ലെവലാണ്. നമുക്ക് ധൈര്യമില്ല, പേടിയില്ല എന്ന് പറഞ്ഞിട്ട്, പേടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യാതിരിക്കരുത്. കാരണം നമുക്ക് ആ ചാടുന്ന ടൈം വരെ, അല്ലെങ്കിൽ ആ ഒരു ചാടി വേറെ ലെവൽ. ഈകളെ വാ. ഹായ് ഗായ്സ്, എന്താണ് പറയാനുള്ളത്? ഒന്നും നിന്റെ അടുത്ത് പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. സത്യം പറഞ്ഞ ഗൈസ്, ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. അല്ലെങ്കിൽ ഭയങ്കര ശോകമാണ്. സീരിയസ് ആയിട്ട് നിങ്ങൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് എന്തായാലും ചെയ്യണം. ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ഞാൻ പറഞ്ഞത്, ആ പാരച്യൂട്ട് ഓപ്പൺ ആവുന്നതിന് മുൻപുള്ള ആ ഒരു ഫ്രീ ഫ്ലോ, ആ ഒരു ടൈമിൽ ഒന്നും പറയില്ല. അത് മാത്രം ഫ്ലൈറ്റിൽ നിന്ന് ചാടുമ്പോഴും കൊണ്ടുവരണം, അതേപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴും, നമ്മുടെ പാരച്യൂട്ട് ഓപ്പൺ ചെയ്യുമ്പോഴും, ഈ രണ്ട് സമയത്താണ്. കാരണം ആ പാരച്യൂട്ട് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ അത് 200 km/h 0 to 3 സെക്കൻഡ് എന്തോ ഇതിലാണ് നമ്മൾ ഫുള്ള് ഇതാവുന്നത്. 3 സെക്കൻഡ് സംതിങ്ങിലേക്ക് ആവുന്നത്. ഞാൻ എഴുതിണ്ടായിരുന്നു കയ്യിൽ ഇവിടെ ക്യാഷ് ഇത് കാണിക്കാൻ പറ്റില്ല. ഈ സംഭവം ഇങ്ങനെ മറ്റേ എയറിൽ കാണിക്കാൻ വേണ്ടി ഞാൻ സംഭവം എടുത്തത്, പക്ഷേ ഞാൻ മറന്നു പോയ സംഭവം. കാരണം ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാനത് ചാടുമ്പോൾ കാണിക്കണം വിചാരിച്ചതാണ്. ഈ കാസ്ട്രോ എന്നുള്ളത് കാണിക്കാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ കണ്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ അവരുടെ വിഷ്വൽസ് നിങ്ങൾ അല്ലെങ്കിൽ ചാടുന്ന സംഭവങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം അടിപൊളിയായിരുന്നു എന്നുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ക്യാഷ് ഓഫ് ശേഷം നമുക്ക് എത്ര ടോട്ടൽ ആയത് പെർ ഹെഡ്? 50,000 ഇന്ത്യൻ റുപ്പീസാണ് ആയിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ മൊത്തത്തിൽ വരുന്നത് 50,000 വരുന്ന വെച്ചാൽ നമ്മുടെ മറ്റേ എന്താ പറയുക, ഈ ഒരു ക്യാമറ കൂടെ ഇൻക്ലൂഡാണ്. അതായത് അവരുടെ വീഡിയോ വിഷ്വൽസ് കൂടെ ഇൻക്ലൂഡാണ്. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ സംഭവം ചെയ്യണം. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചെയ്യാൻ തോന്നും. ഈ ഒരു ഇത് സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇനിയും ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനി എപ്പോഴേലൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് ഇനി അടുത്ത സംഭവത്തിൽ എപ്പോഴേലൊക്കെ ചെയ്യാം. എന്തായാലും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാൻ മുന്നേ ബങ്കി ജമ്പിങ് ചെയ്തുകൊണ്ട് തന്നെ ആ ചാടുന്നതിന് മുമ്പുള്ള ഒരു പ്രഷറും ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കാരണം അതും ഇത്രയും വലിയ ഹൈറ്റ് ഒന്നും അല്ലെങ്കിലും ആ ഒരു സെയിം ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ എയറിലോട്ട് ഇങ്ങനെ ചാടാൻ പോകാന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഐ മീൻ ഓവർ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എക്സൈറ്റ്മെൻറ്റും പ്ലെയിനിൽ നിന്നാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ആ പ്ലെയിനിൽ പോകുന്ന കാഴ്ചകളും എല്ലാം ഒരു വേറെ ലെവലുമായി. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ചെറിയ മിനി പ്ലെയിനിലും കാര്യങ്ങളൊക്കെ കയറുന്നത്. അപ്പോൾ എന്താ പറയുക, അതും വേറെ ലെവൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും പറയാനില്ല, വേറെ. സോ ഗൈസ്, അപ്പോൾ അത്രയുള്ള ഈ ഒരു സ്കൈ ഡൈവിൻ്റെ വീഡിയോ എല്ലാവർക്കും എൻജോയ് ചെയ്തു. ഐ മീൻ ഞാൻ എൻജോയ് ചെയ്തു, അടിപൊളി എൻജോയ് ചെയ്തു. ദുബായ് വന്നതിൽ ഏറ്റവും ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൈ ഡൈവിങ് ചെയ്യാൻ വേണ്ടിയിരുന്നു. അതെന്തായാലും ചെയ്യാൻ വേണ്ടി പറ്റി. ഭയങ്കര ഹാപ്പിയാണ്. അല്ലെങ്കിൽ ആ ഒരു സ്കൈ ഡൈവ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ചെവിയൊക്കെ ഫുള്ളടയും കേട്ടോ. സ്കൈ ഡൈവിങ് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുന്ന ആ ടൈമിലുണ്ടാകുന്നൊരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. കാരണം നമ്മൾ ഒന്നും പറയാനില്ല, നമ്മൾ എയറിൽ വെച്ചിട്ട് തന്നെ നമ്മളങ്ങനെ പിടിച്ചിങ്ങനെ കറക്കത്തിരിക്കും. അത് വിഷ്വൽസ് വന്നോ എനിക്ക് അറിഞ്ഞൂടാ, വിഷ്വൽസ് കിട്ടുമ്പോൾ അറിയുള്ളൂ. അത് നമ്മളെ ഇങ്ങനെ റോൾ ചെയ്യും, നമ്മളെ ഇൻസ്ട്രക്ടർ നമ്മുടെ ഉള്ള ഇങ്ങനെ വട്ടം കറക്കി ഇങ്ങനെ റോൾ ചെയ്യും. അതൊക്കെ ഒരു വേറെ ലെവൽ വൈബ് കേട്ടോ. കാരണം നമ്മൾ ദുബായ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ ആ ഒരു ഇതിന് മുകളിൽ കൂടെ അങ്ങനെ വരുന്നതും എല്ലാം
അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ദുബായത്തെ കാഴ്ചകളും അല്ലെങ്കിൽ നമ്മുടെ ദുബായ് ട്രിപ്പിൻ്റെ ഒരു എൻഡിങ് ആണ്. അപ്പോൾ ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഇതിന് മുന്നേ ബാക്കിലത്തെ വീഡിയോ നിങ്ങൾ അതിനുശേഷം കാണുന്നുണ്ടാവും. പക്ഷേ ഇതാണ് നമ്മുടെ എൻഡിങ്, ലാസ്റ്റത്തെ ഒരു മെയിൻ ഒരു പരിപാടി എന്ന് പറയുന്നതാണ് ഈ സ്കൈ ഡൈവിംഗ് ആയിരുന്നു. അപ്പോൾ ഇതെന്തെങ്കിലും കഴിഞ്ഞു അതോടെ നമ്മുടെ ദുബായ് ട്രിപ്പിൻ്റെ ഒരു അവസാനമല്ല, ഈ ഒരു ട്രിപ്പ് കഴിയാണ്. അപ്പോൾ ഇനി നമ്മൾ ബാക്ക് ടു കേരള. ഇനി ഇതേപോലെ എന്തെങ്കിലും പുതിയ ട്രിപ്പ് അല്ലെങ്കിൽ പുതിയ വെക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത സംഭവത്തിലൊക്കെ കാണാം. അപ്പോൾ എന്തായാലും എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇനിയും അടിപൊളി അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. വാസു, ഇനി നമുക്ക് RPL കാണാം. അതെ ഇനി കാസ്ട്രോയികളൊക്കെ കഴിഞ്ഞു. ഈ വാസു ഡെവിൻ കാർലോ വേഴ്സസ് പരുന്തു വാസു. ഓക്കെ ബൈ ബൈ ഗൈസ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ. You say that money cannot buy happiness? Hey, Habibi, come to Dubai.